അല്ല ഗൈസ്, ഈ മാച്ചിൽ രണ്ട് കിടിലൻ 1v3 ആണ്. കിടിലൻ 1v3. അതിൽ രണ്ടാമത്തെ 1v3 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഗൈസ് ആദ്യം ഈ ഫസ്റ്റത്തെ 1v3 ഒന്ന് കണ്ടു നോക്ക്. ഗൈസ് ആദ്യത്തെ 1v3 പറഞ്ഞാൽ രണ്ടുപേര് മോസ്റ്ററൊക്കെ വന്ന് എൻ്റെ ഫ്രണ്ടിൽ വന്ന് കുത്തി. അതിൽ ഒരുത്തന് ഞാൻ അതിൽ അടിച്ചിടുന്നുണ്ട്. അതിൽ ഒരുത്ത് പിന്നെ ബാക്കിലവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ആൾ പറഞ്ഞാൽ ആ ലോങ്ങിൽ ആ കാണുന്ന ആ വീടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയാണ്. അതിൽ അവനെ നോക്കാക്കി വിട്ടപ്പോൾ തന്നെ ഉണ്ട് അവൻ്റെ മൂന്നാമത്തെ ടീമേറ്റ് കയറി വരാൻ നിന്ന്. കയറി വന്നപ്പോൾ ഞാൻ ഫ്രീ ഫയർ ചെയ്തപ്പോൾ തന്നെ ആ അടിയിലുള്ള ആ റൂമിൽ കയറി അവിടെ ഹീൽ ചെയ്യാണ്ടിരിക്കണേ. ഞാൻ താഴത്തിറങ്ങിയപ്പോഴൊന്നും കണ്ടില്ല. പിന്നെ ആ റൂമിൽ കയറിയപ്പോഴുണ്ട് ആ റൂമിൻ്റെ സൈഡിൽ കയറി നിന്ന് ഹീൽ ചെയ്യണേ. അപ്പോൾ ഒന്ന് നോക്കിയില്ല, നേരെ കയറി അവനടിച്ച് ഫിനിഷാക്കി. ആ 1v3 ശേഷം ഒരു 1v2 കൂടെ കിട്ടണ്ടേ. ഞാൻ അവിടെ ഷോപ്പിൽ കയറി ഗെയിമോയോ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് നിന്നപ്പോണ്ട് ആ നേരെ കണ്ട ഫ്രണ്ടത്തെ വീട്ടിൽ അവിടെ ഫൈറ്റ് എടുക്കണം. അതിൽ ഒറ്റ റിവൈവ് ചെയ്യേണ്ടേനി. അതിൽ ആ റിവൈവ് ചെയ്യണവനെ ആദ്യം നോക്കാക്കി, ആ റിവൈവ് ചെയ്യണവനെ ഫിനിഷാക്കി. അവിടുന്ന് ഒരു ഫ്രീ കില്ലും കിട്ടി. ആ രണ്ടുപേരെ കൊന്നതിൻ്റെ ശേഷം ഉണ്ട് ലെഫ്റ്റിൽ നിന്ന് സൗണ്ട് കേൾക്കണേ. ലെഫ്റ്റിൽ നിന്ന് ഫയർ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഉണ്ട് ആ ബാക്കത്തെ പാറേൻ്റെ ബാക്കിൽ ഒരുത്തൻ കേൾക്കണേ. അവനെ അടിച്ചിട്ട് അവിടെ അവനെ ഫിനിഷാക്കി കഴിഞ്ഞ് പിന്നെ നേരെ വന്നത് മിഡിൽ അവിടെ മണ്ടയിൽ ഒരുത്തനെ അടിച്ചു കഴിഞ്ഞ് അവനെ അടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് 3 എണ്ണം പറന്നിറങ്ങിയത്. 3 എണ്ണം പറഞ്ഞിട്ട് അതിൽ ഒട്ടും എൻ്റെ പൊട്ട മുല്ലൊന്നിറങ്ങി. അവനെ ആ നോക്കാക്കി ഫിനിഷാക്കി വിട്ട് കഴിഞ്ഞ് എൻ്റെ ടീമായിട്ട് 4 നമ്പർ ഓഫ്ലൈൻ ആയി. അവനെ ആ ഇറങ്ങി വന്ന ഒരുത്തെ നോക്കാക്കിയിട്ട് അപ്പോൾ അവൻ നോക്കാക്കിയപ്പോൾ തന്നെ അവൻ കയറി വന്നപ്പോൾ തന്നെ അവനെ നോക്കാക്കിയിട്ട് അതിൽ ലാസ്റ്റ് മാച്ച് ഇതിന് നേരെ ബാക്കിൽ വന്ന് ഇറങ്ങിയിട്ടത്. അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയാൽ നേരെ പോയി കയറി. ആ കയറിയപ്പോൾ തന്നെ ഉണ്ട് അവൻ നേരെ എൻ്റെ അടുത്തേക്ക് കയറി വന്ന്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ഫ്രീ ഫയർ ചെയ്ത് നേരെ കയറിയപ്പോൾ തന്നെ അവനെ ഫിനിഷാക്കി വിട്ട് അങ്ങനെ അവിടെ 1v3 ഇട്ട് കഴിഞ്ഞ്. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള 1v3. അത് കഴിഞ്ഞ് നേരെ കയറിയപ്പോണ്ട് ആ പാറേൻ്റെ ബാക്കിൽ എടുത്ത് ക്യാമ്പ് ചെയ്ത് നിൽക്കണേ. ആദ്യം നേടിട്ട് നോക്കി, നേടിട്ടിൽ അവൻ വീണില്ല. അപ്പോൾ അവൻ ഡാമേജ് ആയിട്ടുണ്ടാവും വിചാരിച്ച് ഞാൻ നേരെ കയറിപ്പോണ്ട് അവൻ ഹീൽ ചെയ്യണം കണ്ടപ്പോൾ തന്നെ ഞാൻ നേരെ ചാടി നേരെ UMP കിട്ട് അടിച്ച്. പിന്നെ ഗായ്സ് എൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ട് ഡിസർവിങ് ആണെന്ന് തോന്നുന്നു വെച്ചാൽ സബ്ബായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ റോഡ് ടു 150 സബ്ബാണ്. അപ്പോൾ ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഗായ്സ്. പിന്നെ അവിടെ നിന്ന് നേരെ സോണ് കയറിയപ്പോൾ തന്നെ ഉണ്ട് ആ റീകോളിൻ്റെ വീട്ടിൽ ഒരുത്തൻ ക്യാമ്പ് ചെയ്തേക്കണേ. അവനടിച്ച് സോണ് കയറാൻ നോക്കിയപ്പോൾ സോൺ ഔട്ടിൽ നിന്ന് അടിച്ച് എന്നെ ഫിനിഷാക്കി. അപ്പോൾ ആ മാച്ച് അവിടെ കഴിഞ്ഞു ഗായ്സ്.